എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഏകദേശം മലയാള സിനിമയിൽ നാളെ പുതിയ സിനിമകളുടെ ചാകരയാണ്. 6ഓളം പുതിയ മലയാള സിനിമകളാണ് നാളെ റിലീസ് ചെയ്യാൻ പോകുന്നത്. തുടരും എന്ന ചിത്രം നാളെ അവിടെ തന്നെ കാണും എന്ന് ഏകദേശം ഉറപ്പിക്കാം. അതുപോലെ തന്നെ പ്രിൻസ്, പടക്കളം എന്നീ സർക്കിട്ട്, ലൗലി, സംശയം എന്നീ ചിത്രങ്ങൾ ഓടുന്നതിനിടയിലാണ് പുതിയ 6ഓളം ചിത്രങ്ങൾ പുതിയതായിട്ട് പ്രദർശനത്തിലെത്തിക്കുന്നത്. ഇതൊക്കെ ആര് കണ്ടു തീർക്കുമെന്നാണ് എനിക്കറിയാൻ വയ്യാത്തത്. അപ്പം മലയാള സിനിമയിലെ നിർമ്മാതാക്കൾ എപ്പോഴും പറയുന്നത് എല്ലാ സിനിമയിലും കളക്ഷൻ കിട്ടുന്നില്ല, എല്ലാം നഷ്ടത്തിലാണ്. ഒരാഴ്ചയിലൊക്കെ 6 ചിത്രങ്ങളൊക്കെ റിലീസ് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? അപ്പം ഏതൊക്കെ നല്ല ചിത്രങ്ങളും പരാജയപ്പെട്ടു പോകുക അവസ്ഥയാണ്. ജനങ്ങൾ കൂട്ടമായിട്ടുണ്ട്. അതുമല്ല, നാളെ 23 അടുത്ത ആഴ്ച സ്കൂൾ തുറപ്പും കൂടാണ്, മഴക്കാലമാണ്. അപ്പം ഈ ചിത്രങ്ങളൊക്കെ എങ്ങനെ റിലീസ് ചെയ്യുന്നു എന്ന് എനിക്ക് ഒരു കാരണവശാലും നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല. ഏതായാലും പുതിയ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മനുരാജ് മനോഹർ സംവിധാനം ചെയ്യുന്ന ടൊവിനോയുടെ ചിത്രമാണ് ആദ്യത്തേത്. ടൊവിനോ, സുരാജ് വെഞ്ഞാറമൂട്, ചേരൻ എന്നിവർ അഭിനയിക്കുന്ന ചിത്രം. അത് ഒരു മുത്തങ്ങ സമരവുമായിട്ട് ബന്ധപ്പെട്ട കഥ പറയുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. ഇതിൻ്റെ പ്രിവ്യൂ ഷോ കണ്ടവരൊക്കെ മികച്ച അഭിപ്രായങ്ങൾ നേടിയ ചിത്രമാണ്. ടൊവിനോയുടെ മികച്ച കഥാപാത്രമാണ് ഈ ചിത്രത്തിലെ എന്ന് പലരും പ്രിവ്യൂ കണ്ടതിന് ശേഷം പറയുന്നുണ്ടായിരുന്നു. അപ്പം ടൊവിനോയുടെ കരിയറിലെ തന്നെ ഒരു മികച്ച ചിത്രമായി മാറാനാണ് സാധ്യത കൂടുതൽ ഉള്ളത് എന്ന് പ്രിവ്യൂവിൽ നിന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ചിത്രം നാളെ തിയേറ്ററിലെത്തുന്നു. മറവികൾക്കെതിരെ ഓർമ്മയുടെ പോരാട്ടം എന്ന് പറയുന്ന ടാഗ് ലൈനിലൂടെയാണ് ഈ ചിത്രം വരുന്നത്. അപ്പം മുത്തങ്ങ സമരം അതുപോലുള്ള പല സമരങ്ങൾ, ആദിവാസി പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ ചിത്രം നാളെ നരിവേട്ട തിയേറ്ററിലെത്തുന്നു. അപ്പം സുരാജ് വെഞ്ഞാറമൂടിനും മികച്ച കഥാപാത്രം തന്നെയാണ് ചിത്രത്തിൽ എന്ന് പറയപ്പെടുന്നു. അപ്പം ചിത്രം കണ്ടതിന് ശേഷം അതിനെപ്പറ്റി വിലയിരുത്താം അല്ലേ? അപ്പം ഈ ചിത്രം വൻ വിജയമായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. രണ്ടാമത്തെ ചിത്രം ഓക്കെ എന്ന് പറയുന്ന ചിത്രമാണ്. യുണൈറ്റഡ് കിങ് ഓഫ് കേരള എന്ന് പറയുന്ന ചിത്രം. രഞ്ജിത്ത് സഞ്ജീവാണ് നായകന്. ജോണി ആൻ്റണി, ഇന്ദ്രൻസ്, മനോർഖ ജയൻ എന്നിവർ മുഖ്യ കഥാപാത്രമായിട്ട് അവതരിപ്പിക്കുന്നു. ഇതും ഏത് തലത്തിലുള്ള സിനിമയാണ് എന്നുള്ളത് ചിത്രം കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാവൂ. ഓർത്ത് വെച്ചു, UK ഓക്കെ, യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള ചിത്രത്തിൻ്റെ പേര്. മറ്റൊരു ചിത്രമാണ് ആസാദി. ജോർജ് നവാഗതനാണ് സംവിധാനം ചെയ്യുന്ന ചിത്രം. ശ്രീനാഥ് മാഫിയാണ് മുഖ്യ കഥാപാത്രമായിട്ട് വരുന്നത്. വാണി വിശ്വനാഥ്, സൈജു കുറുപ്പ് എന്നിവർ മുഖ്യ കഥാപാത്രമായി എത്തുന്നുണ്ട്. ശ്രീനാഥ് മാഫിയുടെ അഭിനയ ജീവിതത്തിലെ ഒരു മികച്ച കഥാപാത്രമാണ് ഈ ചിത്രമെന്ന് പ്രിവ്യൂ കണ്ടവരെല്ലാം ഒരേപോലെ പറയുന്ന ഒരു ചിത്രമാണിത്. അപ്പം ചെറിയ സസ്പെൻസും ത്രില്ലറും ഭാഗത്തിൽപ്പെടുന്ന ഒരു ചിത്രമാണിത്. അപ്പോൾ ഈ ചിത്രവും നാളെ പ്രദർശനത്തിനെത്തും എന്നാണ് അറിയാൻ പറ്റുന്നത്. ഈ ചിത്രവും വൻ കുതിപ്പിന് കാരണമാകട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം. ആശംസിക്കുന്നതൊക്കെ യാതൊരു പഞ്ഞമില്ലല്ലോ അല്ലേ? നമുക്ക് ആശംസിക്കരുത് അല്ലേ? അപ്പോൾ ആസാദിയും ഈ ഇത്രയും 6 ചിത്രങ്ങൾക്കിടയിലേക്ക് ആസാദിയും വന്നിറങ്ങും. മറ്റൊരു ചിത്രമാണ് 916 കുഞ്ഞൂട്ടൻ. നമ്മുടെ ഗിന്നസ് പക്രുവാണ് ഇതിൻ്റെ നായകൻ. ടിനി ടോമും മുഖ്യ കഥാപാത്രമായി എത്തുന്നുണ്ട്. ആര്യൻ വിജയ് എന്ന് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. അങ്ങനെ പുതിയ സംവിധായകർ കൂട്ടമായി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിന് കേട്ടോ. കൂട്ടമായി പുതിയ സംവിധായകർ എത്തുന്നു. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ മിക്കവാറും ചിത്രങ്ങളെല്ലാം നവാഗത സംവിധായകരാണ് എത്തുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രതീക്ഷ. രചനയിലും സംവിധാനത്തിലും ഒക്കെ പുതിയ ആൾക്കാർ എത്തുന്നു. അപ്പോൾ 916 കുഞ്ഞൂട്ടൻ എന്ന് പറയുന്ന ചിത്രവും വൻ വിജയമായി മാറട്ടെ. മറ്റൊരു ചിത്രമാണ് ഇന്ദ്രജിത്തിൻ്റെ ദീപു കരുണാകരൻ സംവിധാനം ചെയ്യുന്ന. ദീപു കരുണാകരൻ്റെ മികച്ച ചിത്രങ്ങൾ പലതുമുണ്ട്. ദീപു കരുണാകരൻ സംവിധാനം ചെയ്യുന്ന ഇന്ദ്രജിത്ത് നായകനായ അനശ്വര രാജനാണ് നായിക. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന് പറയുന്ന ചിത്രമാണ്. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നറിയില്ല. ചിത്രം കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ.
പേരിലൊന്നും കാര്യമില്ലല്ലോ അല്ലേ. അപ്പോൾ ആ ചിത്രവും നാളെ റിലീസാകും. നേരത്തെ റിലീസൊക്കെ നിശ്ചയിച്ച പലതവണ മാറ്റിവെച്ച ചിത്രവും കൂടിയാണിത്. മറ്റൊരു ചിത്രം ഞാൻ വളരെ പ്രത്യേകതയോടെ വളരെ സൂക്ഷ്മമായി കാണുന്ന ഒരു ചിത്രമാണ്. ഈ ചിത്രങ്ങളെല്ലാം ഇറങ്ങുന്നുണ്ടെങ്കിലും നമ്മൾ കാണണം എന്നാഗ്രഹിച്ച ഒരു ചിത്രമാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന ചിത്രം. നമ്മുടെ ജാൻ ശ്രീനിവാസൻ, ഇൻ്റർവ്യൂ സ്റ്റാർ ജാൻ ശ്രീനിവാസൻ നായകനായി എത്തുന്ന ചിത്രമാണ്. ഇന്ദ്രനിൽ ഗോപികൃഷ്ണനും രാഹുൽജിയും രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രമാണ്. ഇന്ദ്രനിൽ ഗോപികൃഷ്ണൻ രണ്ടുപേരെ ഒന്നിച്ചാണ് ഇതിൻ്റെ രചനയും സംവിധാനം. ഇരട്ടകളെത്തുമ്പം പലപ്പോഴും സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള മലയാള സിനിമയ്ക്ക് രണ്ട് ഇരട്ടകൾ സംവിധായകനായിട്ട് ഇത് എത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. അതുപോലെ സോഫിയ പോൾ എന്ന് പറയുന്ന വ്യക്തിയാണ് നിർമ്മാണം ചെയ്യുന്നത്. അവരുടെ മിന്നൽ മുരളി സൂപ്പർ മെഗാ ഹിറ്റായ ചിത്രമാണ്. അതിനുശേഷം നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് ഇത്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു പ്രത്യേകതയുള്ള ചിത്രം തന്നെയാണ്. അതുപോലെ നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ്റെ മിക്കവാറും ചിത്രങ്ങളെല്ലാം ആഴ്ചയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ചിത്രങ്ങളും തിയേറ്ററിൽ 8 നിലയിൽ പൊട്ടുന്ന അവസ്ഥയാണ്. അപ്പം ധ്യാൻ അഭിനയിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ധ്യാന് ചുരുക്കം ചില ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഓർമ്മയിൽ. കുഞ്ഞിരാമായണവും തിരയും അതുപോലെ വർഷങ്ങൾക്ക് ശേഷം, പിന്നെ അങ്ങനെ കുറച്ച് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയ പ്രിൻസ്, ഇതൊക്കെയുള്ളൂ നാട്ടുകാർ കയറി കണ്ടേക്കുന്നത്. ബാക്കിയുള്ള ചിത്രങ്ങളെല്ലാം എത്രയോ ചിത്രങ്ങൾ അഭിനയിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയും. ആഴ്ചയിൽ ധ്യാൻ ശ്രീനിവാസൻ്റെ ചിത്രങ്ങളേ ഉള്ളൂ. പക്ഷേ അതൊന്നും തന്നെ ക്ലച്ച് പിടിച്ചിട്ടില്ല. ഈയിടെ ധ്യാൻ തന്നെ ഒരു കഥ പറയുന്നത് കേട്ടു. തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാരേതോ ചിത്രത്തിന് വേണ്ടി ഡേറ്റ് ചോദിക്കാൻ വന്നു കഴിഞ്ഞപ്പം റോഡിലെല്ലാം പോസ്റ്റർ, എല്ലാ മതിലേലും പോസ്റ്ററുണ്ട് ധ്യാൻ ശ്രീനിവാസൻ്റെ ചിത്രം. അപ്പോൾ ഓരോ ആഴ്ചയിലും പുതിയ ചിത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അന്നേരം അവർ വിചാരിച്ചു ഈ മലയാള സിനിമയിൽ ധ്യാൻ ശ്രീനിവാസൻ മാത്രമേ ഉള്ളൂ നായകനായിട്ട്, ബാക്കി ആരും അഭിനയിക്കുന്നില്ലേ, അതും അത്രയ്ക്ക് സൂപ്പർ ഹിറ്റായ ഒരു നാടനാണോ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അന്തം വിട്ടു പോയതായിട്ട് ധ്യാൻ തന്നെ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അപ്പം ഇൻ്റർവ്യൂവിനൊക്കെ തകർത്ത് വാരുന്നതാണ് ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു ശൈലി. അത് സിനിമയിലും കൂടി കാണുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഇതിൻ്റെ കഥ ഏകദേശം എല്ലാം മാറ്റം. ഒരു സാധാരണ ഗ്രാമം, അവിടെ കൊലപാതകമൊന്നുമില്ല, പോലീസ് സ്റ്റേഷൻ തന്നെ ആവശ്യമില്ലാത്തൊരു ഗ്രാമത്തിൽ ചെറിയ കൊലമോഷണവും ചെറിയ മോഷണ ശ്രമങ്ങളും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുന്ന ഒരാൾ, ഒരു ലൈബ്രറിയനാണെന്ന് തോന്നുന്നു ധ്യാൻ ശ്രീനിവാസൻ. അങ്ങനെ ഒരു ഡിറ്റക്റ്റീവായി സ്വയം മാറുന്ന ധ്യാൻ ശ്രീനിവാസനാണ് ഈ മോഷണങ്ങളൊക്കെ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിനിടയിൽ ഒരു കൊലപാതകം നടക്കുന്നു. അത് കണ്ടുപിടിക്കാൻ വേണ്ടി CI ശംഭു മഹാദേവ് എന്ന് പറയുന്ന കഥാപാത്രം എത്തുന്നു. അത് ഫിജു വിൽഫനാണ് ആ കഥാപാത്രം അവതരിപ്പിക്കുന്നത്. ഇവർ തമ്മിലുള്ള സ്പർദ്ധയൊക്കെയാണ് ഇതിൻ്റെ ട്രെയിലറൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത്. അത് വളരെയധികം രസകരമായിട്ട് എടുത്തെങ്കിൽ ഈ ചിത്രം ഒരു വൻ വിജയമായി മാറാൻ സാധ്യതയുണ്ട്. അല്ലമീൻ ഗ്യാങ് സോഷ്യൽ മീഡിയയിലെ റീൽസൊക്കെ ഇട്ട് നമ്മളെ രസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഗ്യാങ്ങാണ്. അവർ ഈ ചിത്രത്തിന് ആദ്യമായിട്ട് വേഷം ഇടുന്നുണ്ട്. അപ്പം അവരിൽ നിന്നും പുതുമയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തോന്നും. ഇതൊക്കെയാണ് ഈ ചിത്രത്തെ കാണാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ. അപ്പോൾ ഈ ചിത്രം വൻ വിജയമായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ ചിത്രം മാത്രമല്ല, എല്ലാ ചിത്രങ്ങളും വൻ വിജയമായി മാറും. മലയാള സിനിമയ്ക്ക് ശോഭനമായ ഭാവി ഈ ചിത്രങ്ങളിലൂടെ നേടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി. മറ്റൊരു വീഡിയോയുമായി നാളെ എത്താം. ഒക്കെ ബൈ.